ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്ന് പെസഹയാണല്ലോ, അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. ഇത് പെസഹ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ പെസഹ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കുകയാണ്. ഇതൊരു 600 ഗ്രാം ഉള്ളിയുണ്ട്. അത് നമുക്കിതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഉള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാൻ 4 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, 2 തേങ്ങ. അപ്പോൾ കുറച്ച് കൊത്തി വെച്ചിട്ടുണ്ട്, ഇനി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇത് 1/2 കിലോ ഉഴുന്ന്. ഈ ഉഴുന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയും ഉള്ളിയും നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പാകത്തിനാണ് ഉഴുന്ന് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കത് തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇത് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ അരിപ്പൊടി ഉണ്ട്. അത് വറുക്കാത്ത പൊടിയാട്ടോ, പുട്ടിൻ്റെ പരുവത്തിന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താണ്. അതിലേക്ക് ഉഴുന്ന് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സാധാ വെള്ളമാണ്. അതിൽ പാകത്തിന് ഉപ്പിട്ട് ആ വെള്ളം ഈ പൊടികളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം പാകത്തിന് കുഴച്ചെടുക്കുക. ഈ ഉഴുന്ന് ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ കുഴച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുഴച്ച് കൊടുത്താൽ മതി. ഉപ്പും പാകമാണോ എന്ന് നോക്കുക. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. പെസഹ അപ്പം പല രീതിയിൽ പല പ്രദേശങ്ങളിൽ പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ചേരുവകളിൽ വേറെ മാറ്റം വരുത്തി പല രീതിയിൽ നമ്മൾ പെസഹ അപ്പം കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ കലത്തപ്പം എന്നാണ് പറയണേ. പിന്നെ ഇത് തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതിന് ഞങ്ങൾ ഇണ്ടേറിയപ്പം എന്നും പറയും, ഇൻട്രിയപ്പം. അപ്പോൾ അതായി ഈ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും ഉള്ളിയും വറുത്ത് ചേർക്കണം. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് വറുത്ത് പോരാം. 2 തേങ്ങ അരിഞ്ഞതാണ് കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അതും ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാം. എന്നാലാണ് വേവ് ഒപ്പാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടി കൂടിയ കഷ്ണങ്ങൾ വേവാതെ കിടക്കും. തേങ്ങ വറുക്കുമ്പോൾ പായസത്തിലൊക്കെ ഇടാൻ നമ്മൾ വറുക്കുന്ന പോലെ ഒരുപാട് ബ്രൗണായി പോകരുത്. അപ്പോൾ ഒരു കരിഞ്ഞ ചുവ വരും. ഈ പാകത്തിന് നമുക്ക് വറുത്ത് കോരി കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങയെല്ലാം വറുത്തത് ചേർത്ത് കൊടുത്തു. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി വറുക്കുമ്പോൾ നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കില്ലേ, ആ പാകത്തിന് എടുക്കരുത്. അപ്പോഴും ചുവ വ്യത്യാസം വരും. നമ്മൾ ഇതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിയിട്ട് ഒരു പുളിയുറുമ്പിൻ്റെ ചുവപ്പാവുമ്പോൾ ഉള്ളി വറുത്ത് കോരണം. അപ്പോഴാണ് അപ്പത്തിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. പുള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ പാകത്തിന് കോരി തേങ്ങ വറുത്ത ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും മാവ് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാ വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി.
ഉപ്പ് പോരെങ്കിൽ ആ ഒഴിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കുഴച്ചെടുക്കുക. ഈ പാകത്തിനാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി ആ ഉള്ളിയും തേങ്ങയും വറുത്ത് കോരിയ അധികമുള്ള വെളിച്ചെണ്ണ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് മാവ് കോരി ഒഴിച്ച് ആദ്യത്തെ അപ്പം ചുടാൻ പോവാണ്. ഇപ്പോൾ 2 കയ്യിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് ഓശാനയ്ക്ക് കിട്ടുന്ന ആ ഓല കൊണ്ട് കുരിശുണ്ടാക്കി വെച്ചു. എന്നിട്ട് മൂടി വെച്ചാണ് വേവിക്കുന്നത്. പണ്ടൊക്കെ ഇതിൻ്റെ മുകളിൽ വീണ്ടും വേറൊരു അടപ്പ് വെച്ചിട്ട് അതിൽ തീ കോരിയിട്ടിട്ടൊക്കെയാണ് വറകലത്തിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ മറിച്ചിട്ടാണ് കേട്ടോ വേവിക്കണേ. അങ്ങനെ ചെറു തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ 2-3 വട്ടം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കലത്തപ്പം. അതാ ഞാൻ കലത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെസഹായുടെ അപ്പം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ ആശംസകൾ. താങ്ക് യു.